എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയുന്നത് വശ്യത്തെക്കുറിച്ചാണ്. ഞാൻ ഈ വശ്യത്തെക്കുറിച്ച് ഇതിനു മുമ്പ് എൻ്റെ തന്നെ മറ്റൊരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളിലേക്കൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. കാരണം ഈ ഒരു വശ്യകർമ്മത്തെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ അവർക്കുണ്ടായിട്ടുള്ള നല്ലതും മോശവുമായിട്ടുള്ള അനുഭവങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായി. ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. വശ്യം എന്നാൽ വചനകാരിത്വം എന്നാണ് തന്ത്രഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത്. നിരുപദ്രവകരമായിട്ടുള്ള രീതിയിൽ നിർദോഷകരമായിട്ടുള്ള മാർഗത്തിൽ കൂടി എതിർലിംഗത്തെ ആകർഷിക്കൽ, ഇതാണ് വശ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സാത്വികൻ തൻ്റെ സ്വാത്വിക ഉപാസന മൂർത്തികളെ കൊണ്ട് സ്വാത്വിക മന്ത്രത്താൽ തയ്യാറാക്കുന്ന വശ്യേലസും വശ്യതിലകവും വശ്യകർമ്മവും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു കർമ്മത്തിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ വശ്യം എന്നറിയാതെ, അല്ലെങ്കിൽ എല്ലാവരും വശ്യകർമ്മം ചെയ്യും. എല്ലാവർക്കും വശ്യകർമ്മം ചെയ്യാൻ സാധിക്കില്ല. വശ്യകർമ്മത്തിൽ സിദ്ധി വന്നിട്ടുള്ള ആചാര്യന്മാർക്ക് മാത്രമായിരിക്കും വശ്യകർമ്മം ചെയ്തു കൊടുത്താൽ അത് ഫലിക്കുക. അല്ലാത്ത ആൾക്കാരൊക്കെ അതൊരു ബിസിനസ്സായിട്ടാണ് കാണുന്നത്. ഓരോ ആൾക്കാരുടെയും അവസരത്തെ, അവരുടെ അവസ്ഥയെ മുതലെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വശ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നി, ആദ്യം നമ്മളത് സമീപിച്ചു, അപ്പോൾ അത് നിഷേധിച്ചു, രണ്ടാമതും പറഞ്ഞു നിഷേധിച്ചു. അങ്ങനെയൊക്കെ വരുന്ന ഒരവസ്ഥയെ അവരിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾക്ക് പ്രയോഗിക്കുക. പിന്നെ വശ്യകർമ്മത്തിൽ തന്നെ നല്ലതായിട്ടുള്ള രീതിയിലും മോശമായിട്ടുള്ള രീതിയിലും ഒക്കെയുണ്ട്. നല്ല രീതിയിൽ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് ആകർഷണം വരാൻ ഏതൊരു വ്യക്തിയെയും അവരെ വരായികളെയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് അവരിലുള്ള ആകർഷണം തന്നെയായിരിക്കും. അപ്പം ആ ഒരു ആകർഷണം നമ്മളിൽ കൂട്ടാൻ, നമ്മളിലൊരു പോസിറ്റീവ് ഊർജം ഉണ്ടാക്കിയെടുക്കാൻ ഒരു പരിധിവരെ വശ്യത്തിന് സാധിക്കും. അത് വശ്യമന്ത്രങ്ങൾക്കും വശ്യകർമ്മങ്ങൾക്കും വശ്യേലസിനൊക്കെ സാധിക്കാറുണ്ട്. അതിലെത്രമാത്രം നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ കർമ്മീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഈ കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോകുമ്പോഴും. കാരണം പല ആൾക്കാർക്കും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ട് എല്ലാ അവസാനമാണ് നമ്മളോട് അത് ഷെയർ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ വീട് പോവാതിരിക്കുക. എല്ലാത്തേക്കുറിച്ചും നന്നായിട്ട് പഠിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വശ്യപ്രയോഗം ചെയ്യാതിരിക്കുക. നല്ല കാര്യങ്ങൾക്ക് എന്ന് തോന്നുന്നു മാത്രം, മനസ്സിന് ശുദ്ധമായിട്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയോഗിക്കുക. വ്യാപാരങ്ങൾക്ക് വ്യാപാര വശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിവാഹത്തിന് മംഗല്യവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും, സ്വയംവരം. അതുപോലെ തന്നെ പരസ്പരം ആകർഷിക്കപ്പെടാൻ, അതുപോലെ ദാമ്പത്യ ജീവിതം, കുടുംബത്തിലുണ്ടാവുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഇതൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഏതൊരാളെ സമീപിക്കുമ്പോഴും അദ്ദേഹം ഒരു ഉത്തമനാണ്, ഈ കാര്യത്തിൽ പ്രാവീണ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹത്തിൽ നിന്നത് ഏറ്റുമേടിക്കുക. അദ്ദേഹത്തിൽ നിന്നൊരു പൂർണ്ണ അറിവ് കിട്ടിയതിന് ശേഷം മാത്രം ഇത്തരം കർമ്മങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കുക. വശ്യം എന്ന് കേൾക്കുമ്പോൾ ആകർഷണം മാത്രമല്ല, അതിൽ മോശമായിട്ടുള്ള രീതിയിൽ ആ പ്രശ്നത്തെ നമ്മളെങ്ങനെ മോശമായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ചിന്തയാണ്. നമ്മൾ നല്ല രീതിക്കാണ് അത് ഉദ്ദേശിക്കുന്നതെങ്കിൽ, സതുദ്ദേശത്തോടു കൂടിയിട്ടാണത് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് നമ്മൾക്ക് നന്നായിട്ട് വരും. നമ്മളത് മോശം കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് വശ്യം ചെയ്യുന്നതെങ്കിൽ ആ മോശം രീതിയിലേക്കായിരിക്കും നമ്മൾക്ക് തിരിച്ചു വരിക. കർമ്മ എപ്പോഴും നമ്മളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഇത്തരം കാര്യങ്ങളും പ്രയോഗങ്ങളൊക്കെ ആരിൽ നിന്നാണെങ്കിലും സ്വീകരിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനോ ഷെയർ ചെയ്യാനോ നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ സമീപിക്കുക. ദയവായിട്ട് ആരും കോൾ ചെയ്ത് ശല്യപ്പെടുത്തരുത്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ എൻ്റെ ഫ്രീ സമയത്തിൽ ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.